കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു മരണമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ യാത്രയയപ്പിന് ശേഷം, യാത്രയയപ്പ് എന്ന് പറയുന്നത് വല്ലാത്തൊരു യാത്രയയപ്പായിരുന്നു അദ്ദേഹത്തിന് നൽകിയത്. പിറ്റേന്ന് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ്. അപ്പോൾ അത് ഒരിക്കലും മറക്കാത്തതൊന്നാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വിധി നാളെയാണ്. ഇതിൽ ഒരു ശരിയായ വിധി ആയിരിക്കുമോ വരുന്നത്? അത്തരത്തിലാണ് കുടുംബം പ്രതീക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ കേരളം പ്രതീക്ഷിക്കുന്നതും. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളുമുണ്ട്. അതൊന്നും പരിഹരിച്ചു കൊടുക്കുവാൻ ഈ സംസ്ഥാന സർക്കാരിനും കഴിഞ്ഞിട്ടില്ല, പോലീസിനും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ തുടക്കം മുതൽ തന്നെ ദുരൂഹതയുണ്ടായിരുന്നു. ഈ മരണം സംഭവിക്കുന്നത് അതിനു മുൻപുള്ള വൈകുന്നേരങ്ങളിൽ ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ആ വാർത്തയായിരുന്നു ഇങ്ങനെ PP ദിവ്യയുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തെത്തി, കളക്ടറേറ്റിലെത്തി നവീൻ ബാബുവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള വാർത്തയായിരുന്നു. എന്ന് പറഞ്ഞാൽ നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കുന്നതായിരുന്നു അന്ന് കണ്ണൂരിലെ പ്രാദേശിക ചാനലുകളിലൂടെ ആ വാർത്ത പുറത്തു വരുന്നത്. പിന്നീട് രാത്രിയോടുകൂടി തന്നെ പല പ്രമുഖ മാധ്യമങ്ങളും ഈ വാർത്ത നൽകുന്നു. ഈ PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നവീൻ ബാബുവിനെതിരെ രംഗത്ത് വരുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ വരികയാണ്. പിറ്റേ ദിവസമായിരുന്നു ഈ മരണം പുറത്തു വരുന്നത്. അപ്പോൾ തന്നെ ഇതിൽ പല ദുരൂഹതകളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മരണവുമായി ബന്ധപ്പെട്ട് പിന്നാലെ തന്നെ ഈ കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നു. കുടുംബത്തിന്റെ ആദ്യത്തെ പ്രതികരണം, ഈ മരണപ്പെട്ട നവീൻ ബാബുവിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്നതായിരുന്നു ഇവരുടെ ആദ്യത്തെ ആവശ്യം. അതിന് കാരണം ഈ ഇതിലെ പ്രതിയായിട്ടുള്ള PP ദിവ്യയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രതിയായിട്ടുള്ള പ്രശാന്തുമെല്ലാം ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജാണ്. കാരണം ഈ പരിയാരം മെഡിക്കൽ കോളേജ് വർഷങ്ങളായി തന്നെ CPMന്റെ കയ്യിലിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു, ആശുപത്രിയായിരുന്നു. പിന്നീട് സർക്കാരിലേക്കെല്ലാം മാറിപ്പോകുന്നത്. എന്തായാലും അങ്ങനെ CPMന് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ അങ്ങനെ പാടില്ലെന്നായിരുന്നു ഈ കുടുംബത്തിന്റെ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ടായിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം നടന്നത്. അപ്പോൾ ഈ നവീൻ ബാബുവിന്റെ ആദ്യത്തെ ആ ദിവസം ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പിന്നീടായിരുന്നു ഒരു പരാതിയുമായി മുഖ്യമന്ത്രിക്ക് താൻ പരാതി നൽകിയിട്ടുണ്ട്, നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന ആ ഒരു ആവശ്യവുമായി, എതിർപ്പുമായി, അങ്ങനെ ഒരു തെളിവ് തന്റെ പക്കലുണ്ടെന്ന ആവശ്യവുമായി ഈ പ്രശാന്ത് ബാബു രംഗത്ത് വരുന്നത്. അദ്ദേഹവും ലാസ്റ്റ് ഇതിൽ നിന്ന് പിന്മാറുകയാണ്. അത് മാധ്യമങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയാണ് ചെയ്തത്. കാരണം ഇദ്ദേഹത്തിന് 2 ഒപ്പുണ്ടോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. കാരണം ഇദ്ദേഹം തന്നെ പറയുന്നത് തനിക്ക് 2 ഒപ്പുണ്ടെന്ന്. പിന്നീട് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമല്ലോ, അത് സത്യമാണോ എന്ന് മാധ്യമങ്ങൾ പരിശോധന നടത്തി. അത് സത്യമല്ല. അങ്ങനെ പല ദുരൂഹതകളും നിറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ കുടുംബം ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോഴും CBI പറയുന്നത് CBI ഒരു കൂട്ടിലടച്ച തത്തയെന്നാണ്. അതോടൊപ്പം തന്നെ കൂട്ടിലടച്ച തത്തയാണെങ്കിലും സ്വന്തം പാർട്ടി പ്രവർത്തകനാണല്ലോ. കാരണം നവീൻ ബാബു വർഷങ്ങളായി തന്നെ അദ്ദേഹത്തിന് കുടുംബം ഉൾപ്പെടെയുള്ളവർ ഈ CPMുമായി വളരെ ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി കുടുംബമാണ്. ആ പാർട്ടി കുടുംബത്തിലെ ഒരു വ്യക്തിക്കാണ് ഇത്തരം ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. അങ്ങനെ കുടുംബത്തിൽ അതൊരു സംശയമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാനുള്ളത് പാർട്ടിയുടെ തന്നെ കർത്തവ്യമാണല്ലോ, കടമയാണല്ലോ. അതിന് എന്തായാലും പാർട്ടി തയ്യാറായിട്ടില്ല. ഇങ്ങനെ നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ ഇത്തരം ആവശ്യങ്ങളുമായി അന്ന് ഗോവിന്ദൻ ഉൾപ്പെടെ അവിടെ എത്തിയപ്പോൾ ഈ ആവശ്യം നേരിട്ട് ഉന്നയിച്ചെങ്കിലും അദ്ദേഹം പിന്നീട് പുറത്തു വന്നല്ല മാധ്യമങ്ങളോട് പറയുന്നത് അതിന്റെ ആവശ്യമില്ല, ഈ പോലീസ് കൃത്യമായി തന്നെ അന്വേഷണം നടത്തുന്നു എന്നാണ്. എന്ത് അന്വേഷണമാണ് നടത്തുന്നതെന്നാണ് കുടുംബത്തിന്റെ ചോദ്യം. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട അന്ന് രാത്രി അവിടെ എന്താണ് സംഭവിച്ചത്, ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയെന്ന് പറയുന്നു, ചില രേഖകളുമായി പുറത്തു പോയെന്ന് പറയുന്നു. അങ്ങനെ പല സംശയങ്ങളും ഉള്ളപ്പോൾ അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് ആരാണ്? അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ ഒളിച്ചോടിയപ്പോഴാണ് ഈ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും അതിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയ റിപ്പോർട്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് CBIയുടെ അന്വേഷണം വേണ്ടെന്നാണ് ഈ സർക്കാരിന്റെ നിലപാടായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നാളെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വരുന്നത്. നാളെ രാവിലെ 10 മണിയോടെ ഇതുമായി ബന്ധപ്പെട്ട വിധി വരും. മഞ്ജുഷ അന്ന് ഹർജി നൽകിയിരുന്നില്ല, കാരണം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലെ വിധിയാണ് നാളെ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ തുടക്കത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ ആത്മഹത്യയാണെന്ന്. എന്നാൽ ഈ
ചില കാരണങ്ങളെല്ലാം കൊണ്ട് ഈ കുടുംബത്തിന് സംശയമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭാര്യ മഞ്ജുഷ കോടതിയിൽ പോയത്. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങളാണ്. പാർട്ടി അവസാന ഘട്ടം വരെ ഈ പ്രതിയായ മഞ്ജുഷയോട് കൂടിയായിരുന്നു. കാരണം തുടക്കത്തിലൊന്നും ഈ പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പ്രതി കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും മാറി മാറി താമസിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇത്രയും കേരളം മുഴുവനായി തന്നെ ആ മരണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോഴും പോലീസ് എല്ലാം ഉറക്കത്തിലായിരുന്നു. പ്രതി മുൻപിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പിന്നീട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇവർക്കെതിരെ രംഗത്ത് വരികയാണല്ലോ. കാരണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ പല നേതാക്കളും നവീൻ ബാബുവിന് അനുകൂലമായി സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് മുൻപ് വർക്ക് ചെയ്തിരുന്നവരുണ്ട്, കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വരുന്നു. തങ്ങൾക്ക് നീതി വേണം, നവീൻ ബാബു അങ്ങനെ ഒരു കൈക്കൂലിക്കാരനല്ല എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു. അപ്പോഴാണ് പാർട്ടി പ്രതിസന്ധിയിലാകുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിയിലും രണ്ട് തട്ടായിരുന്നു. കണ്ണൂരിൽ പി ദിവ്യ സംരക്ഷിക്കുന്ന ജില്ലാ കമ്മിറ്റിയും നവീൻ ബാബുവിനെ സംരക്ഷിക്കുന്ന, അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ഒരു കമ്മിറ്റിയായി പത്തനംതിട്ടയും മാറുന്ന സാഹചര്യമുണ്ട്. ഇത് പാർട്ടിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് ഗോവിന്ദൻ ആ വീട് സന്ദർശിച്ച് പാർട്ടിയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതാക്കളും നവീൻ ബാബുവിനോടൊപ്പമാണെന്ന് പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. ആ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നതിന് പിന്നാലെയായിരുന്നു ഈ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായ ജയരാജന് പറയുന്നത് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി സംശയവുമുണ്ട്, വാങ്ങിയില്ലെന്നും പറയുന്നു. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണെന്നാണ് പറയുന്നത്. അതിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ നേതൃത്വത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ മാത്രമേ ഈ പി ദിവ്യയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. കാരണം പി ദിവ്യ കൃത്യമായി തന്നെ ഒരു നിലപാട് പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുക എന്നതായിരിക്കും ഈ കോടതിയിൽ ഇവർക്ക് ബോധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക, ജനങ്ങളെ അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു പാർട്ടി നവീൻ ബാബുവിനോടൊപ്പം എന്ന് പറയുമ്പോഴും മറ്റൊരു തമാശ, ഈ ജയിൽവാസം കഴിഞ്ഞ് പി ദിവ്യ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തോ വലിയ മെഡൽ, ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ട് വരുന്ന ഒരാളെ നമ്മൾ സ്വീകരിക്കുന്ന നാം കണ്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളിലെല്ലാം ഈ ഒളിമ്പിക്സ് നേടി വരുന്ന താരങ്ങളെ വലിയ പ്രൗഢിയോടെ സ്വീകരിക്കും. അത്തരത്തിൽ പ്രൗഢിയോടെയാണ് പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിച്ചത്. അത് സ്വീകരിച്ചതോ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ പ്രമുഖ നേതാക്കളെത്തിയാണ് ഈ പി ദിവ്യയെ സ്വീകരിക്കുന്നത്. അങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും സംശയം കാണും, അങ്ങനെ പി ദിവ്യയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്, അവരെ സംരക്ഷിക്കുവാനാണ് പാർട്ടി ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി ഭരിക്കുന്നതാണല്ലോ കേരളം. അപ്പോൾ തങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്ന ചിന്തയാണ് ഈ മഞ്ജുഷയ്ക്ക്. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇവർ CBI അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ CBI വന്നാൽ മാത്രമേ ഇതിലൊരു കൃത്യത വരികയുള്ളൂ. കാരണം പല തെളിവുകളും ഇപ്പോഴും ശേഖരിച്ചിട്ടില്ല, പല തെളിവുകളും എവിടെ പോയെന്ന സംശയവുമുണ്ട്. കാരണം അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? കാരണം അതോടൊപ്പം തന്നെ ഈ കളക്ടർ വരെ ഈ പി ദിവ്യയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കളക്ടർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പി ദിവ്യ അവിടെ ക്ഷണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പി ദിവ്യ അവിടെ എങ്ങനെ വന്നു? അതൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഈ കളക്ടർ പറയുന്നുണ്ട് തന്നെ കാണാൻ എത്തിയിരുന്നല്ലോ. അതിനുശേഷം ഈ വിവാദങ്ങൾക്ക് ശേഷം ഈ പ്രസ്താവനയും ഈ പി ദിവ്യയുടെ ഇറങ്ങിപ്പോക്കിനും ശേഷം ഈ നവീൻ ബാബു തന്നെ കാണാൻ എത്തിയെന്നും തൻ്റെ ഭാഗത്ത് നവീൻ ബാബു ഈ കളക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റ് സംഭവിച്ചു, അതിന് ക്ഷമിക്കണമെന്നും അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഒരിക്കലും അവിടുത്തെ സഹപ്രവർത്തകർ പറയുന്നത് ഈ കളക്ടറും ഈ നവീൻ ബാബുവും തമ്മിൽ നല്ലൊരു ബന്ധമല്ല. ഒരു നല്ലൊരു ബന്ധമുള്ള ഒരു വ്യക്തിയുടെ അടുത്തല്ല ഇങ്ങനെ ഈ രീതിയിലുള്ള പ്രസ്താവനയുമായി ഈ കാര്യം പറയാൻ പോയി. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത കളക്ടറിനോട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അങ്ങനെയുള്ള സംശയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കളക്ടറും നവീൻ ബാബുവും തമ്മിൽ ആ വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടോ? അങ്ങനെ പല പല സംശയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേഹത്ത് ചില ഭാഗങ്ങളിൽ ഈ രക്തക്കറയുടെ പാട് കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായി? അതിലൊന്നും പോലീസ്
പോലീസിന് കൃത്യമായ വിവരമില്ല. അതിനാൽ തന്നെയാണ് CBI വന്ന് ഇങ്ങനെ രക്തക്കറയും മറ്റു തെളിവുകളും ശേഖരിച്ച് ഇതിനൊരു നീതി ലഭിക്കണം, ആ കുടുംബത്തിന് കൃത്യമായ നീതി ലഭിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ കേരള ജനതയ്ക്ക്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഈ സർക്കാരിനോട് തന്നെ ഒരു അവമതിപ്പ്, ഒരു പ്രതീക്ഷ ഉണ്ടാകുക. അല്ലെങ്കിൽ ആ സർക്കാരിന് വീണ്ടും തുടർച്ചയായി തന്നെ നെഗറ്റീവുകളായിരിക്കും ഉണ്ടാകുക. സ്വന്തം പാർട്ടിക്കാരെ പോലും സംരക്ഷിക്കാൻ കഴിയില്ലാത്ത ഒരു പാർട്ടിയായി CPM മാറാനാണ് ഇനി സാധ്യത.